CJPയുടെ പ്രൊട്ടസ്റ്റ് കാണുമ്പോൾ നമ്മൾ കരുതും ഡൽഹി പോലീസ് എത്ര മാന്യന്മാരാണ്, എത്ര കോപ്പറേറ്റീവ് ആണ്, എത്ര സപ്പോർട്ടീവ് ആണ് എന്നൊക്കെയാണ് നമ്മൾ കരുതുക. പക്ഷെ സത്യം അതല്ല. ഇവർ അണ്ടർഗ്രൗണ്ടിൽ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യം വിശദമായിട്ട് അഭിജിത് ദീപക് എന്നെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ആ വീഡിയോസ് കാണാം. അതിനു മുൻപായി ഇന്ന് ജൂൺ 28, ഇന്ന് CJP ജന്തർ മന്ദിറിൽ നടക്കുന്ന പ്രൊട്ടസ്റ്റിൽ സോനം വാങ്ചുങ് അതുപോലെ ഓൾ ഇന്ത്യൻ സ്റ്റുഡൻസ് യൂണിയനിലെ 6 സ്റ്റുഡൻസും എന്ത് ചെയ്യുന്നുണ്ട്, ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങിയിട്ടുണ്ട്. നിരാഹാര സമരം, അതായത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നത് വരെ നിരാഹാരം ഇരിക്കുമെന്നാണ് ഈ 7 പേരും ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. A hunger strike fast unto death is going to start here at Jantar Mantar as a part of the Cockroach Janata Party's protest. Sonam Wangchuk, educator and innovator, is there on the stage. As you can see, he's just arrived and he is going to lead this action, and he says that he's going to be on a fast unto death till the time Education Minister Dharmendra Pradhan resigns. Now remember, Sonam Wangchuk of course has been on several such fasts in Ladakh, and those have been for statehood and for 6th schedule in Ladakh. Those have been climate fast, but this is the first time Sonam Wangchuk is sitting on an anshan for the designation of Education Minister Dharmendra Pradhan. Of course, health is also a concern here. Sonam Wangchuk is 59 years old and it's extremely hot in Delhi. It's close to 40 degrees Celsius. Feels like a lot more, I can tell you that. Despite all of this, Sonam Wangchuk and 6 other students from ISA, the All India Students Association, are going to stage this hunger strike here. And they are now saying that by ignoring this protest, if the government continues to ignore this protest, continues to not address their demands or not even talk to them, then they are actually putting the lives and health of Sonam Wangchuk and these other students at risk. So let's see whether this step that these people are now taking, these protesters are now taking, whether this gets the government to finally talk to them. Even if their demands are not met, let's see if the government at least initiates a conversation with these protesters after this. There's been no response, no conversation from the government with these protesters. The only response the government has given till now is a statement from Education Minister Dharmendra Pradhan, who called all these protesters ദഹ്ശത് ഗർദോं की बीटी. ഇവിടെ റിപ്പോർട്ട് പറഞ്ഞിട്ടുള്ളത് സോനം വാങ്ചുങ് ഹങ്കർ സ്ട്രൈക്ക് തുടങ്ങി. സോനം വാങ്ചുങ് ഇത് ആദ്യമായിട്ടല്ല ഈ നിരാഹാര സമരം എടുക്കുന്നത്. ലഡാക്കിൽ വെച്ച് പല തവണ പല കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സോനം വാങ്ചുങ് ഈ നിരാഹാര സമരം ഇരുന്നിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് മാത്രമല്ല പിന്നീട് പറഞ്ഞിട്ടുള്ളത് ഹെൽത്ത് കൺസേൺ ആണ് പറഞ്ഞിട്ടുള്ളത്. കാരണം സോനം വാങ്ചുങ്ങിന് എത്രയുണ്ട്, 59 വയസ്സുണ്ട്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അത് മാത്രമല്ല ഡൽഹിയിൽ ഹെവി ചൂടാണ്, അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസും അവർക്ക് വരാം. ഇത് മാത്രമല്ല 6ഓളം സ്റ്റുഡൻസും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഹങ്കർ സ്ട്രൈക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ലൈഫ്, അവരുടെ ഹെൽത്തും അവിടെ ഒരു പ്രശ്നമാണ്. അതിനുശേഷം ഇവർ പറയുന്ന, ഈ റിപ്പോർട്ടർ പറയുന്ന മറ്റൊരു കാര്യമാണ്, ഈ ഒരു പ്രൊട്ടസ്റ്റ് ഗവൺമെന്റ് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇഗ്നോർ ചെയ്യുന്നത് അവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ ഞങ്ങളുടെ പ്രൊട്ടസ്റ്റിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ സ്റ്റുഡൻസിന്റെ ഒക്കെ, അതായത് ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഒക്കെ ഹെൽത്തിനെ ഒരു വില കൊടുക്കാതെ രീതിയിലുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യമാണ് സ്റ്റുഡൻസ് അവിടെ പറയുന്നത്. കാരണം ഇത്രയും എക്സ്ട്രീം ചൂടിലും ഇവർ അവിടെ പ്രൊട്ടസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. ഇത് 9ാമത്തെ ദിവസമാണ് ഇന്ന് ജന്തർ മന്ദിറിൽ എന്ത് ചെയ്യുന്നത്, പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസസ് ഈ കുട്ടികൾക്ക് ഉണ്ടാവും, അവിടെയുള്ള സ്റ്റുഡൻസിന് ഉണ്ടാവും. പക്ഷെ അതൊന്നും ഗവൺമെന്റ് പരിഗണിക്കുന്നില്ല, അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അവിടുത്തെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു വീഡിയോ കൂടി കാണാം. അതിനുശേഷം അഭിജിത് ദീപക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. കണ്ടല്ലേ, ഇത്രയും ആളുകൾ അവിടെ വന്നിട്ടുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അഭിജിത് ദീപക് പറയുന്ന കാര്യങ്ങൾ കേൾക്കാം. അതായത് ഡൽഹി പോലീസ് എന്താണ് ഈ പ്രൊട്ടസ്റ്റേഴ്സിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം. You see hundreds of people still coming. Did you expect so many people to sustain this protest till day 8? If I have to be honest, I thought by Monday we might have to. That's what I thought. Yes. Yeah. But on Monday, I was really surprised because on Monday I saw a larger crowd than on Sunday because the students that appeared for the NEET exam came here with their parents on Monday. And since that, we have managed to, maintain and pick up the momentum. Yeah. Who are these people? Have you gotten any political organizations to back you guys? Who are these people who are coming? So one thing that has happened is very interesting, that the longer we are sitting, the more the people from various parts of India are coming here. Every morning I see people
just landing or coming from the railway station telling me I have just came from Bhopal, I have just came from Jharkhand, Bihar, Tamil Nadu, Kerala. So the longer we are sitting, the more people are coming from across parts of India. And how many people are you expecting tomorrow? I can't really tell because every estimation of me has been wrong. I was not expecting many people on Monday, but I wasn't expecting these many people on the 8th day of the protest, but still we have got so many people here. And you also said that several farmer groups are joining you. Oh, yeah, guys. yeah. But we didn't see a big group of farmers joining. We, of course, saw some leaders coming and Yeah. extending their support. But in terms of hundreds of farmers or thousands of farmers, which was being expected by you guys, that didn't happen, right? That is happening. That is going to happen tomorrow. The Khap Panchayats and the farmers are coming tomorrow, and also on Thursday they were going to come, but they were stopped at the Ghazipur border. Do you think that might dilute the protest, if at all? No, Farmer groups joining or different groups joining. Do you think that takes away the purpose a little bit from Dharmendra Pradhan's resignation? No, not at all. So what I have spoken with the farmers, they totally support our movement and they ask like, हमारे भी तो बच्चे हैं ना, हमारे भी बच्चे पढ़ते हैं, हमारे भी तो पोता पोती एग्जाम दे रहे, तो आप जो कर रहे हो हमारे पोता पोती के लिए ही तो कर रहे हो, और आप भी हमारे पोता पोती जैसे ही. ഇതിലിപ്പോൾ അഭിജിത്ത് ദീപക് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ അതായത് അദ്ദേഹം എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. അതായത് മൺഡേ തിങ്കളാഴ്ച ഇവർ അങ്ങനെ ആളെ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷേ നീറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് കുട്ടികൾ പാരന്റ്സിനെയും കൂട്ടിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റുഡൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അതുപോലെ ഇന്ന് എത്ര പേര് ഉണ്ടാകും എന്ന് ചോദിച്ചപ്പോൾ പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇത്രയും ദിവസത്തെ ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും കൂടുതൽ ആളുകളാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എക്സ്പെക്ടേഷൻ പറയാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇന്നലെ, അതായത് 8ാം ദിവസം, പ്രൊട്ടസ്റ്റിന്റെ 8ാം ദിവസവും ഇത്രയും ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ നാളെ എന്ത് സംഭവിക്കും, എത്ര പേര് വരുമെന്ന് പറയാൻ സാധിക്കില്ല എന്നാണ് പറഞ്ഞത്. അതിനുശേഷം അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യമാണ്, അതായത് ഈ റിപ്പോർട്ടർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫാമേഴ്സും അതുപോലെ മറ്റു ഗ്രൂപ്പ്സ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഓർഗനൈസേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മുന്നോട്ടേക്ക് വന്നിട്ടുണ്ട്, പക്ഷെ അതിന്റെ ആളുകളെ ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്നൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി എന്ന് പറയുന്നത് നാളെ ഒരുപാട് പേര് വരും എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറഞ്ഞിട്ടുള്ളത് ഗാസിപൂർ ബോർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ട്, വരുന്ന ആളുകളെ തടയുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഫാമേഴ്സ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ആളുകൾ വരുമ്പോൾ അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ഗാസിയാപൂർ മാത്രമല്ല, ചിലപ്പോൾ മറ്റു ഭാഗങ്ങളിലും ഇതേപോലെ തടഞ്ഞു വെക്കുന്നുണ്ടാവും ഇങ്ങോട്ടേക്ക് എത്താതിരിക്കാൻ വേണ്ടി. അതായത് ഈ പ്രൊട്ടസ്റ്റ് വലിയൊരു പ്രൊട്ടസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പക്ഷേ അങ്ങനെ പലയിടത്തുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്ലോക്ക് ചെയ്തിട്ട് വെക്കുന്നുണ്ടാവും. അതിനുശേഷം അഭിജിത്ത് ദീപകിനോട് ഈ ഒരാൾ ചോദിച്ചിട്ടുള്ളത്, അതായത് ഈ റിപ്പോർട്ടർ ചോദിച്ചിട്ടുള്ളത്, ഈ ഫാമേഴ്സും അതുപോലെ മറ്റു ഓർഗനൈസേഷൻസും ഒക്കെ ഇതിലേക്ക് വരുമ്പോൾ ഇതിന്റെ അജണ്ട, അതായത് റെസിഗ്നേഷൻ ഓഫ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന ഒരു അജണ്ട മാറാനുള്ള സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ അഭിജിത്ത് ദീപക് പറഞ്ഞിട്ടുള്ളത്, അഭിജിത്ത് ദീപക് ലീഡേഴ്സിനോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഫാമർ ഗ്രൂപ്പിനോടും കാര്യങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞത് ഞങ്ങൾക്കും കുട്ടികളുള്ളതാണ്, അവർക്കും എക്സാം എഴുതുന്നതാണ് അല്ലെങ്കിൽ എക്സാം എഴുതേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, അപ്പോൾ അവരുടെ ഉദ്ദേശവും ഇത് തന്നെയാണ്. അതായത് ഈ സിസ്റ്റം, എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോവുക, അതായത് പേപ്പർ ലീക്കോ അല്ലെങ്കിൽ മറ്റു കോൺട്രവേഴ്സീസോ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ സിസ്റ്റം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ആക്കണമെന്നാണ് അവരുടെയും ഇത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ, അതായത് ഫാമേഴ്സ് ഗ്രൂപ്പ് അല്ലെങ്കിൽ മറ്റു ഓർഗനൈസേഷൻസ് ഒക്കെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതിന്റെ അജണ്ട ഡൈല്യൂട്ട് ആവില്ല എന്നാണ് അഭിജിത്ത് ദീപക് പറഞ്ഞത്. അത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി അഭിജിത്ത് ദീപക് ഇവിടെ പറയുന്നുണ്ട്, നമുക്ക് ആ വീഡിയോ കാണാം. The first couple of days, the Delhi police was constantly making announcements कि ये illegal protest है, आप लोग निकलिए यहाँ से. Then they stopped making announcements also. So, wouldn't you say the police have largely cooperated with you guys, at least on this front? Because they didn't push you guys out or did anything of that sort? They didn't use force, but what they did was more inhuman. They tried to break our morale. They stopped our water. They didn't allow the water bottles to come inside. Did they do it again after the first day? I mean, they are still checking the IDs of the people who are bringing in water bottles. They are still raiding the houses of the people. Reading the houses, they're going to people's houses. They are going to people's houses. They are asking them why are you delivering those water bottles, and from where are you getting the money to deliver the water bottles? Yesterday itself, I myself saw the policeman asking, from where are you managing the transport for bringing in the water bottles? Like, why do they care? People are doing from their own money. Why the police is so interested in investigating water bottles? There are far bigger concerns in Delhi when it comes to crimes. And if Dharmendra Pradhan doesn't resign, even tomorrow, there's also, of course, buzz of cabinet reshuffle. We don't know whether that might happen. But if he doesn't resign, you're going to continue beyond tomorrow also, or tomorrow is sort of the culmination? No, we are going to continue until he resigns. കേട്ടല്ലേ, ഈ റിപ്പോർട്ടർ ചോദിച്ചിട്ടുള്ളത്
ആദ്യ ദിവസമൊക്കെ ഡൽഹി പോലീസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് അനൗൺസ്മെന്റ്സും കാര്യങ്ങളൊക്കെ ഇത് ഇല്ലീഗൽ പ്രൊട്ടസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് നിർത്തി. പിന്നീട് ഡൽഹി പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അപ്പോൾ അഭിജിത് ദീപക് പറഞ്ഞിട്ടുള്ളത്, അവര് നമ്മളെ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ അവരുടെ മോറൽ, അതായത് ഇവിടെയുള്ള പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഒക്കെ മോറൽ എന്ത് ചെയ്യുന്നുണ്ട്, തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അതായത് ഇത്രയേ ഉള്ളൂ, അവിടെ വെള്ളം കൊണ്ടുവരുന്ന ആളുകൾ, അതായത് വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്ന ആളുകൾ, ഫുഡ് കൊണ്ടുവരുന്ന ആളുകൾ, അവരുടെ ഒക്കെ വീട്ടിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് ഈ വെള്ളം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടുന്നു, അല്ലെങ്കിൽ ഈ ബോട്ടിൽ എവിടുന്ന് കിട്ടുന്നു. അപ്പോൾ ഒന്ന് രണ്ട് പേര്, അതായത് കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഇതിനെ എതിർത്തിട്ട് പറയുന്നത്, അതായത് അത് ചിലപ്പോൾ ഫുഡ് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഫുഡ് സേഫ്റ്റി ഒക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ഫണ്ട് നിങ്ങൾക്ക് എവിടുന്നാണ് കിട്ടുന്നത് എന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതടക്കം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇത് വാങ്ങിക്കാനുള്ള പണം നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി, അതായത് ഇവര് ഡൊണേഷൻ, അതായത് ഈ ഡൊണേഷൻ ഒക്കെ ഡോണേഴ്സ് ഒക്കെ എവിടുന്ന് വരുന്നു എന്നുള്ള കാര്യമാണ് നോക്കിയിട്ടുള്ളത്. ഈ ഫണ്ട് എവിടുന്ന് വന്നു എന്നല്ല നോക്കേണ്ടത്. ഈ പ്രൊട്ടസ്റ്റ് വാലിഡ് ആണോ, ഈ പ്രൊട്ടസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നടന്ന കാര്യമാണോ ഇന്ത്യയിൽ, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ലീക്ക് ആയത്, പല എക്സാം കോൺട്രവേഴ്സീസ്, ഇതൊക്കെ ഇന്ത്യയിൽ നടന്നതാണ്. അപ്പോൾ ഈ പ്രൊട്ടസ്റ്റ് വാലിഡ് ആണ്. അല്ലാതെ അതിന്റെ ഫണ്ടിങ് നോക്കിയിട്ട് പോവാതെ ഡൽഹി പോലീസിന് വേറെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യാൻ നോക്കുക. എന്തൊക്കെ പ്രശ്നങ്ങൾ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ പറയാനാണെങ്കിൽ RSS ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അൺരജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ആണ്. പല റിപ്പോർട്ടുകളും പറയുന്നത് കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവർക്ക് എവിടെ നിന്നാണ് ഫണ്ട് വന്നിട്ടുള്ളത്? ഈ കോടിക്കണക്കിന് രൂപയുടെ അസറ്റ് വരണമെന്നുണ്ടെങ്കിൽ അത് അന്വേഷിച്ചിട്ടുണ്ടോ? ഇവരുടെ ഫണ്ട്, അതായത് പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഈ CJPയുടെ ഫണ്ടിങ് എന്ന് പറയുന്നത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ ഫുഡ് ആയിരുന്നാലും ശരി, വാട്ടർ ആയിരുന്നാലും ശരി, എന്തായിരുന്നാലും ശരി, പേഴ്സണൽ ഫണ്ടിൽ നിന്നും, അതായത് അവരുടെ പേഴ്സണൽ ഫണ്ടിൽ നിന്നും എടുത്തിട്ട് ആളുകൾ ചെലവാക്കുന്ന, വോളണ്ടറിലി ചെലവാക്കുന്ന ഫണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് ഓൾറെഡി അഭിജിത് ദീപക് വ്യക്തമാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, ഡൽഹി പോലീസ് പബ്ലിക്ലി നോക്കിക്കഴിഞ്ഞാൽ നല്ല അടിപൊളി പോലീസാണ്. പക്ഷേ അണ്ടർഗ്രൗണ്ടിൽ പല കാര്യങ്ങളും ഈ CJPയുടെ പ്രൊട്ടസ്റ്റ് തകർക്കാൻ വേണ്ടി പല കാര്യങ്ങളും ഡൽഹി പോലീസ് ചെയ്തു വരുന്നുണ്ട്. ഇനി ഈ കാണുന്ന 6 സ്റ്റുഡൻസ്, ഇവരാണ് ഹങ്കർ സ്ട്രൈക്ക് ഇരിക്കുന്നത്, നിരാഹാരം ഇരിക്കുന്നത്. അതായത് ഓൾ ഇന്ത്യൻ സ്റ്റുഡൻസ് അസോസിയേഷനിലുള്ള 6 സ്റ്റുഡൻസ്. ഇവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇഷ്യൂസ് ആണ് ഇവർ പറയുന്നത്. അതായത് ഇങ്ങനെ ഹങ്കർ സ്ട്രൈക്ക് ഇരുന്ന ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും എന്ന് അറിയാം. അത് ആലോചിച്ചിട്ട് ഞങ്ങൾക്കും അതുപോലെ അവരുടെ പാരന്റ്സിനും അതുപോലെ ഫ്രണ്ട്സിനും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടെൻഷൻ ഉണ്ട്, വെറീഡാണ് അവരൊക്കെ. പക്ഷെ ഇതിനേക്കാളൊക്കെ വലുത്, കാരണം അവർ പറയുന്നത് ഒന്ന് ഹങ്കർ സ്ട്രൈക്ക് ആണ്, രണ്ടാമത് ഇവിടെ നല്ല ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവർ പറയുന്നത് ഈ കൺസേൺസിനേക്കാളും വലിയ കൺസേൺ കൊടുക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയാണ്. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം തകർന്നു കഴിഞ്ഞാൽ എൻറ്റയർ കൺട്രി തകർക്കുന്നതിന് തുല്യമാണ് എഡ്യൂക്കേഷൻ സിസ്റ്റം തകർക്കുന്നത് എന്നാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഹെൽത്തിനേക്കാളും പ്രാധാന്യം കൊടുക്കേണ്ടത് എഡ്യൂക്കേഷന്റെ ഇപ്പോഴുള്ള പ്രശ്നത്തിനാണ്. അതുകൊണ്ട് തന്നെ ഇവർ പറയുന്നത് ധർമ്മേന്ദ്ര പ്രധാൻ, അതായത് ഇത്രയും എക്സാംസും കാര്യങ്ങളൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും, എക്സാം പേപ്പർ ലീക്കും അതുപോലെ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടായിട്ടും ഇപ്പോഴും ഗവൺമെന്റോ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോ ഇതിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ഇതുവരെ മുന്നോട്ടേക്ക് വന്നിട്ടില്ല. ഇവർ പറയുന്നത് എപ്പോഴാണോ അങ്ങനെ മുന്നോട്ടേക്ക് വന്നിട്ട് BJP അല്ലെങ്കിൽ NDA മോദി ഗവൺമെന്റ് ഫോഴ്സ്ഫുള്ളി ഈ ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിക്കുന്നത് അതുവരെ ഇവർ ഈ ഒരു സമരം തുടരും, അല്ലെങ്കിൽ സമരമല്ല, അതായത് ഹങ്കർ സ്ട്രൈക്ക്, നിരാഹാര സമരം തുടരുമെന്നാണ് ഈ സ്റ്റുഡൻസ് ഇവിടെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.